പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടി വന്നില്ലേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇതിപ്പോ നിങ്ങൾ ഏകദേശം ഇതൊക്കെ അറിഞ്ഞാണോ? അങ്ങനെ നമ്മളിപ്പോ റൂം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പണി എല്ലാവരും വന്നാണ്, പക്ഷെ റൂം നമുക്ക് കിട്ടിയില്ല. വൈകുന്നേരമാണ് ഇനി നമുക്ക് റൂം കിട്ടുക. രണ്ടാൾക്കാർ ഡിസ്ചാർജ് ചെയ്യണം, പക്ഷെ അത് ബുക്കിംഗ് ആണ്. അപ്പൊ ഇനി വാർഡിൽ വൈകുന്നേരം വരെ നിൽക്കാൻ പറഞ്ഞു. ഉപ്പാനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിരിക്കേണ്ടി വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് എ സി റൂമാണ്. എ സി റൂമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ റൂമിന് 1600, മറ്റേന് 2500 വേണം. അപ്പൊ പറഞ്ഞു എ സി ഇല്ലാതെന്ന് ചോദിച്ചു. അപ്പൊ 2100 അത്ര ഉള്ളൂ. നമുക്ക് വേറെ നിർവാഹമില്ല, ഇപ്പം ഉണ്ടായതുകൊണ്ട് നമുക്ക് എടുത്തേ പറ്റുള്ളൂ. പൈസ നോക്കി നിൽക്കാനുള്ളൊരു ടൈം അല്ലാത്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പറഞ്ഞു എ സി വേണ്ട, എ സി ഇല്ല, ഞങ്ങൾക്ക് ആ റൂം തരുമോ ചോദിച്ചു. അപ്പൊ അങ്ങനെ റേറ്റും കാര്യമൊക്കെ ചോദിച്ചു 2200 ഉണ്ട്. അങ്ങനെ ഇതാക്കി നാളെ ഇന്നൊരു ദിവസത്തിന് മാത്രമേ ഞങ്ങൾ ആ റൂം എടുത്തു. നാളെ സാധാ റൂം 1600 ആ റൂമിലേക്ക് ഞങ്ങൾ മാറും. അപ്പോൾ ഓളിപ്പോൾ ഞങ്ങൾ മേലൊക്കെ കയറി വന്ന് ഇനി ഒക്കെ വേദൻ്റെ ഗുളി കൊടുക്കാണ്ട് അത് കഴിഞ്ഞിട്ട് അറിയുന്നത് ട്രിപ്പ് ഏറ്റാണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തന്നെ കഴിയുകയാണെങ്കിൽ പിന്നെ വേദന തിന്നണ്ടല്ലോ. ഇവിടെ വാ. അത് ഞങ്ങളൊക്കെ ഗുളിക വെക്കാൻ വേണ്ടി പോവാണ്. വാർഡിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ വീഡിയോ എടുക്കൽ നടക്കുമെന്ന് അറിയില്ല. റൂമാണെങ്കിൽ നമ്മൾ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ പോയോട്ടെ, ഓളവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പാനായിട്ട് മേലേക്ക് പോവാണ്. ഓയ് അപ്പ പോട്ടെ, കാരണം ഓളവിടെ മേലെ കൊണ്ട് എത്തിക്കണം. നിങ്ങളങ്ങട്ടാ ചോറെടുക്കാന്. അങ്ങനെ ഓളവിടെ ഇരുത്തിക്കണ് മേലെ. കാരണം റൂം ഞങ്ങൾക്ക് കിട്ടാത്തോണ്ട് വിചാരിച്ച മാതിരി ഒന്നും നല്ല പരിപാടി എടുക്കണം. റൂം കിട്ടുന്നില്ലൊരു മൈൻഡിൽ എല്ലാരും കൊണ്ടുവന്നു. കാരണം ഇപ്പാനെ ഞങ്ങൾക്ക് നിർത്തി പോകാൻ വേറെ ഓപ്ഷൻ ഇല്ല. പെരിയിൽ നോക്കാനിരിക്കാനും. കാരണം ഒരാൾ കിട്ടുമ്പോഴത്തേന് ഒരാളായിട്ട് ഞങ്ങൾ പായേണ്ടി വരും ഊണ് കഴിഞ്ഞാല്. ഇപ്പൊ ഞങ്ങൾ ഇനി ഇപ്പാനായിട്ട് പോവാണ്. ഓള് ഇനി ചോറ് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ഓക്ക് മരുന്ന് കൊടുക്കാൻ. ചെറിയാപ്പ് അളയാക്കിയപ്പോൾ ഫുഡ് ഓക്ക് തിന്നാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വണ്ടി പോവാണ്. ഒക്കെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒക്കെപ്പാടെ ഞങ്ങൾക്ക് കഴിയണില്ല കേട്ടോ. റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ മൈൻഡ് ഓക്കേന്. ഇനിയിപ്പോൾ ഉപ്പാനെ കസേര ഇരുത്തണം കുറേ നേരം, അതാണ് കിടങ്ങേറ്. ഇപ്പൊ ഇന്ന് കുറേ ഉഷാറായി തരുന്നുണ്ട്. ഇപ്പേ ഇന്ന് കൊറേ ഉഷാറായി തരുന്നുണ്ട്. എങ്ങനെ വൈകുന്നേരം വരെ ഇപ്പൊ നേരെ 1 മണി കഴിഞ്ഞില്ലേ, 3 മണിക്കൂറുമ്പാടായ ടൈം ആവും. ഞങ്ങൾ റൂമുണ്ടെന്നില്ലേ എന്താ പറയാ, ഇതില് ഞങ്ങൾ ഇപ്പാനായിട്ട് വലിച്ചു വാരി പോകുന്നത്. പെരിയിലിട്ട് പോരാനും ഞങ്ങൾക്ക് കഴിയണില്ല. ആരുമില്ല, ഒറ്റക്കല്ല, പേടിയാണ്. ഞാൻ ഒറ്റക്ക് നിന്നാലും പിന്നെ ഞാൻ ഇന്നൊറ്റക്ക് നിർത്തി പോന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഊണ് കഴിഞ്ഞ ഒറ്റക്ക് താങ്ങാൻ കഴിയൂല. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നാ മതി, പക്ഷെ കഴിയൂല. പിന്നെ ഈ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഓളി ഒറ്റപ്പെട്ട് കാര്യമില്ല. ഓള് തവണ ഇരിക്കണേ എന്തടി എന്താ പറയുന്നത്. ഇപ്പൊ ഉഷാറായി തരുന്നുണ്ടെന്ന് അറിയാം. നടക്കുമ്പോ അതാണ് നമ്മള് റൂമ് ഞങ്ങളെ മൈൻഡിലുണ്ട്. നമ്മളെ മൈൻഡിൽ റൂമുണ്ട്. ചെല്ല റൂമിൽ ഇപ്പാനൊരു സൈഡിലും അന്നൊരു സൈഡിലും കറക്കി പിന്നെ നോക്കണ്ടല്ലോ. പക്ഷെ റൂം കിട്ടിയില്ല. ഇപ്പൊ കേട്ടെന്നാ പറഞ്ഞപ്പോ പറഞ്ഞില്ല. ഇല്ലല്ലേ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അനക്കില് ഇതൊക്കെ റെഡിയാക്കാണോ തോന്നുന്നുണ്ട്. ഇങ്ങനെ വരുവടി വാതില് വന്ന് ഷെഫിനെ പ്രസവിച്ചിട്ടോ. ചോറൊന്നും തന്നിട്ടില്ല, ചോറൊക്കെ വണ്ടിയിലാണ്. അപ്പൊ ഞാൻ അവളോട് പറയാം കഞ്ഞി തന്നല്ലേ. കഞ്ഞില്ല, ചോറ് പെരിന്ന് കൊടുത്തിട്ടുണ്ട്. മോരുകറി ഉണ്ട്, കാബേജ് ഉപ്പേരി ഉണ്ട്, പപ്പടം ഒക്കെ ഓളുണ്ടാക്കി. സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കഴിഞ്ഞില്ലേ. ഈ കുട്ടിന്റെ പട്ട് ആരെ എന്തേ ചോറോ ഇപ്പൊ അപ്പൊ നമ്മള് സാധനം കാര്യമൊക്കെ ഒത്തിച്ച് ഇനി നമ്മളോള് ചോറ് കൊടുക്കട്ടെ. അങ്ങനെ ഇപ്പൊ നേരെ ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂറിന്റെ അടുത്തായി. ഓളെ കയറ്റിയിട്ട് ഓളെ അറിഞ്ഞില്ല. ഇപ്പോൾ ലേബർ റൂമിന്റെ ഉള്ളിലാണ്. എന്തോ എക്കോ കാര്യമൊക്കെ എടുക്കാണ് കുട്ടീൻ്റെ. വേദന ഗുളിക ഒക്കെ ഒന്ന് കൊടുത്തിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഓൾ ഇറക്കി തരുമെന്ന് പറഞ്ഞു. ഇറക്കിയിട്ട് വേണം വേഗം പോയി ചോറ് കൊടുക്കാൻ. വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല.
ഇപ്പൊ അവിടെ ഇരിക്കണ്ട ഉമ്മ അവിടെ ഇരിക്കുന്നത് ഇതുണ്ട് അളയാക്കപ്പോ ലാഭത്തെ ബില്ല് എന്തോ ടെസ്റ്റ് കൊണ്ടിരുന്നോളത് എന്തിന്റെ HIV അങ്ങനെ കുറെ ടെസ്റ്റ് ഉണ്ടാവുമല്ലോ അതിൽ പോയിക്കാണ് എന്തമ്മാ പിച്ചുമ്മയൊക്കെ പറഞ്ഞിരിക്കാണ് സമാധാനല്ല സമാധാനല്ല എല്ലാരും പ്രാർത്ഥിച്ചു ഓളിലാറെ ബേജാറാക്കാര് പുറത്തേക്കണോൽക്കില്ലേ ഓ കൈലാറെ ബേജാറ് നമ്മ കൈലാറെ ബേജാറൊക്കെ ഇപ്പൊ അവിടെ ഇരിക്കണ്ട റൂം കിട്ടിയില്ല ഫുള്ളായതോണ്ട് ഞാനതാ കൊണ്ട് പോകുമ്പോ തന്നെ റൂം ഇട്ടോലേക്ക് അവിടെ ഇരിക്കാന്റെ സമാധാനത്തിൽ നമുക്ക് പോയി അന്വേഷിക്കാൻ ആളുണ്ടല്ലോ മുന്നില് എങ്ങനെ ലാബില് ടെസ്റ്റ് ചെയ്യണില്ലേ ഇതിൽ പോയാൽ ഇതിലങ്ങനെ പോയിട്ട് ഒരു കോണിപ്പണി ഉണ്ട് അത് അറിഞ്ഞോ കീപ്പിട്ട് അവിടെ തന്നെ ഉണ്ട് ലാബ് പോയി കൊടുത്താ അങ്ങനെ നമ്മളിപ്പോ ബില്ലും കാര്യം കടിച്ചു വരികയാണ് പോയോക്കട്ടെ കാരണം ഓളെപ്പോഴാ അറിയില്ല അങ്ങനെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമ്മയൊക്കെ കഴിഞ്ഞ് എല്ലാരും പള്ളിക്കന്നൊക്കെ വരികയാണെങ്കിൽ ഉള്ളിട്ട് പോട്ടെ നമ്മളാള് പുറത്തിറങ്ങിയിരിക്കുന്ന ലേബർ റൂമിന്റെ കവാടത്ത് നിന്ന് പോന്ന ഇതുവരെ ഒരു കുഴപ്പമില്ലല്ലോ ഗുളി കുടിച്ചിട്ട് അവിടുന്ന് കൊടുക്കാൻ പറ്റുമോ കഞ്ഞിയോ ചോറ് ലേസത്തുള്ളോട്ടെ അതിന്റെ ഉള്ളിൽ കയറിയ കുഴങ്ങൂലേ ഇപ്പൊ എന്തിനാണോ കേട്ടില്ല വേനന്നല്ലല്ലോ പെട്ട വിളിച്ചെത്ത് പാത്ത മോളങ്ങോട്ട് അരക്കണില്ല അതൊക്കെ എന്റെ മക അരക്കോ അവന്റെ കാര്യം തന്നിട്ട് വരുന്ന അല്ല അതിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ വെക്കന്നെ എടി മാട്ടോ നമ്മള് പോവാണ് വാതില് റൂം ഇട്ടേക്കണ് ഇമ്മയൊക്കെ പായുണ്ട് അത് കുറച്ച് കഴിഞ്ഞ വൈകുന്നേരം നമുക്ക് റൂം സെറ്റ് ആവുമെന്ന് വിചാരിച്ച് നിക്കാണ് കേട്ടോ ഇപ്പൊ വലിയ ഇതൊന്നുമില്ല എഫക്റ്റ് ഒന്നും വരുന്നില്ല വെള്ള ഗുളികയല്ലേ രണ്ടെണ്ണം അതിന്റെ ബില്ല് എടുക്കാൻ പറഞ്ഞോ താഴെ ലാബില് കൊടുത്തില്ലേ ഞമ്മള് ഓക്ക് ചോറ് കൊടുക്ക കേട്ടോ കൂട്ടാനും ഉമ്മ പോയിക്കാണ് എന്താന്ന് വെച്ചാല് ഓല് വന്നില്ല കൊടുക്കാൻ പോയതാണ് കുട്ടിന്റെ സൗണ്ട് ഇതാക്കാൻ ആർബീറ്റ് എടുക്കാന് പിന്നെ ഗുളിക കൊടുത്തു എന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഒപ്പം കഴിച്ചു തന്നെ പിന്നെ ഞങ്ങൾ അറിയാക്കോ നോട്ടെ അപ്പൊ നമ്മളെ PG ഉണ്ടായിരുന്ന സിസ്റ്ററാണോ റിതുവിനെ നമ്മള് 7 മാസത്തിൽ പ്രസവിച്ചു പറഞ്ഞില്ലേ ഞാൻ അതിനെ കണ്ടപ്പോഴേ എനിക്ക് അവിടെ കണ്ടമായി തോന്നി എന്നിട്ട് അതാ എന്നോട് പറഞ്ഞേ അപ്പൊ വേറെ സിസ്റ്റർ ചോദിച്ചു എന്തോ ആദ്യത്തെ അവിടെ ചോദിച്ചു PG പറഞ്ഞു അപ്പൊ ആ PG ഈ സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ പറഞ്ഞു അതന്നെ ആ സിസ്റ്റർ എവിടെയോ കണ്ട മാതിരി ഉണ്ട് പറഞ്ഞിട്ട് അപ്പൊ ചോദിക്കേണ്ട നീ എന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞു നല്ലൊരു കമ്പനി സിസ്റ്ററിനെ കിട്ടിയിരിക്കണ് സിസ്റ്ററൊക്കെ നല്ലത് മോര് കറിയായിട്ട് വരുന്ന നമ്മളെ മാതാജി ഉമ്മാന്റെ തൊള്ളിയിൽ എന്തേലും കുത്തി തിരികിട്ട് ലേബർ റൂമൊക്കെ ആയിരിക്കും ഇതാണ് ആദ്യമൊക്കെ ധൈര്യം തന്നെ അതിന് ഇതിനെ വലിച്ചു ഞാൻ പോയപ്പോ കരയാൻ കാരണം ആരാ ഞാൻ കരഞ്ഞിട്ടില്ലല്ലോ ആ എന്നെ കരയിപ്പിച്ചതാണ് വലിച്ചിട്ട് വെച്ച അപ്പുറത്തുനിന്ന് കേൾക്കുമ്പോ നമ്മള് കരയില്ലേ നല്ല മോര് ഉണ്ട് ഉടുപ്പ് മാറ്റി കയ്യ കാണാം പള്ളർച്ച് തിന്നട്ടോ കോയങ്ങോ ആ മതി നിറഞ്ഞ് ഉപ്പേരി എന്താ സ്ഥലം ഇത് നമ്മള് വാർഡ് പറഞ്ഞാൽ കുറച്ച് എടുക്കാണ് എന്നാലും വലിയ കുഴപ്പമില്ല വാർഡ് നമ്മക്ക് വേറെ നിക്കാൻ പറ്റൂല മറ്റോട്ടൊക്കെ ഫുള്ളാ ഇനി എന്താ ഉപ്പേരി പോയോലാണെങ്കിൽ ബുക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് ചോറ് ഉപ്പേരി പപ്പടം അച്ചാറ് അല്ലേ കഴിച്ചോ എന്തേ തിന്നോ നമ്മളൊക്കെ കാവലാണ് വേറൊരു എക്സ്പീരിയൻസ് മറ്റേ നരകത്തിന്റെ കവാടം സ്വർഗത്തിന്റെ കവാടം ഒപ്പം തുറന്നിടൂലേ കുട്ടീനെ കാണുമ്പോ ഒരു എക്സ്പീരിയൻസ് വേറെ ലേബർ റൂമിന്റെ ഇരുമ്പും കട്ടിൽ കാണുമ്പോ വേറെ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കട്ടിലാണെന്നൊന്നും അറിയില്ല എന്നിട്ടേ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാനും പോയിട്ടില്ല അവിടെ പോയപ്പോഴാണ് ഞാൻ തൊള്ളൊലിച്ചത് ഇതെന്തെങ്ങനെ ചോദിച്ചു ആദ്യമല്ലേ ഉള്ളൂ ഒരു റൗണ്ട് ഞാനൊക്കെ സലാത്തും ഇതൊക്കെ ചൊല്ലി ഉറക്കെ പറഞ്ഞു ചീത്തറിയാവോ
ഞാനും ചൊല്ലില്ല, നമ്മളോട് പറയുമല്ലോ അറിയണതൊക്കെ ചൊല്ലിക്കോന്നേ. പക്ഷെ കുല്ലു അള്ളാഹു അഹദ് പറഞ്ഞ അർത്ഥം വരൂല, പിന്നെ സമ്മതക്കാരൻ വരിക. അങ്ങനെ എന്നോട് പറഞ്ഞീനേ. ഷാള് ഇടൂലേ നമ്മള്. ചോറ് ഒരാളത് പാതിയായിട്ടുള്ളൂ. പള്ളന്റെ ഉള്ളിൽ കൂടെ ഒരു കുത്തലൊക്കെ വരുന്നുണ്ട്. ഇങ്ങളെത്തിയ തുടങ്ങണുള്ളൂ. ഇതിനെ പൈസ തുടങ്ങാണ്. ഓളങ്ങനെ കുഴച്ചിക്കാണ്. വാരി തന്നാതി നിന്ന ഇപ്പൊ നമ്മളെ മൈൻഡിൽ ആ ഗുളി കുടിച്ചോണ്ടേ. എവിടെ ഇപ്പളോ നിർമ്മല ആരാണോ കേറിയപ്പോ തൊട്ട് നിർമ്മല ഉണ്ട്. ഓള് കണ്ടിക്കണ കുട്ടീനെ. ഇജിന്ന കേറിയപ്പോ ഓപ്പറേഷൻ ചെയ്യാണ്. അപ്പൊ ഇജ് പറഞ്ഞല്ലേ പെൺകുട്ടിയാണ്. അപ്പൊ ഞാൻ എങ്ങനെ പെൺകുട്ടിയാണ് ഇപ്പാക്ക് ബേജാറായിക്കണ ഇടങ്ങേറുണ്ട്. കടത്തേന് നീളത്തെ കടത്തി നോക്കി. അത് കടത്തല്ല, എന്താ കാട്ടണ്. അങ്ങനെ നമ്മള് വേഞ്ഞ് മതിയോ? അവിടെ വേസ്റ്റ് ഉണ്ട് ആ വാഷ്റൂമില്. മാക്സിന്റെ ഓൾ അടിയിലേ ഇല്ലടി. ആ വാഷ്റൂം നമ്മളെ റൂം മാറി. ഇപ്പൊ കൂരേനെ എടുത്തിട്ട് ഏതായാലും റൂം ഇട്ടിട്ടോ. ഇപ്പൊ കടക്കാണ് വന്നേക്കണ. ആദ്യം ഞാൻ ചോറ് കൊടുത്തു. ഇമ്മ തിന്നാണ്. ഇവിടെ ചെറിയാപ്പ് തിന്നാണ്. ഇവിടെ ഒരാൾക്ക് ഇപ്പൊ നല്ല വേദനയായിന്. ഇപ്പൊ നിന്നു. ഇപ്പൊ രണ്ടാമത് ഇങ്ങനെ റിട്ടേൺ അടിച്ച് വരാൻ നേരായി. ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാൻ എന്തോ സ്ലിപ്പോ കാര്യം കൊടുക്കാൻ പോകുന്നു. ഇവിടെ എന്തേലും ആവട്ടെ. ചോര മാങ്ങയെ കൊണ്ടേ അല്ലേ. പൈച്ചിക്കണൊക്കെ നിങ്ങൾ എന്നിട്ട് വേണ്ടാർന്നൊക്കെയല്ലേ ഇനിയോ പൈച്ചിക്കണേ. അങ്ങനെ ഞാനും തിന്നണം. ചിലപ്പോ ഉപ്പേരിയാണോ? ചോറന്നെ വേണ്ടല്ലോ. ചോറുന്ന കുട്ടിയൊക്കെ അവിടെ ഉമ്മ വാരി കൊടുക്കുന്നുണ്ട്. ചോറുന്നല്ലേ ഞങ്ങള് പറ്റണാതി വിവരങ്ങളൊക്കെ എത്തിച്ചേരല്ലേ. ചോറുന്നട്ടെ. വെള്ളം കൊറേ കൊടുന്നീനി. കുട്ടികളെ കടത്താന് പറഞ്ഞ കടക്കണ കുട്ടികളൊക്കെ എന്താണ് അതിന്റെ ചോട്ടിലൊക്കെ വലിപ്പുണ്ട് തോന്നുന്നല്ലേ. വാഷ് ബേസിന്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മക്ക് എല്ലാവർക്കും റൂം ഇങ്ങനെ കെട്ടിയോണ്ട് ഭാഗ്യം. വന്നപ്പോ റൂമില്ല റൂമില്ലാന്നപ്പോ നമ്മക്ക് ആകെ ഇടങ്ങാറായിന്. ഏകദേശം ചോറുന്നലൊക്കെ കഴിഞ്ഞ് ഇവിടെ കാട്ട തുണി ചെറിയപ്പോ ഇവിടെ ഉണ്ട്. ഇപ്പൊ അവിടെ നിക്കണ്ട്. അളിയാക്ക അവിടെ പോയതാടി പറഞ്ഞു കൊടുത്താ. നിലമ്പൂര് ഗവൺമെന്റ് കൊട്ടുകള് നടക്കരിയല്ലേ. അങ്ങനെ
ഓള് നടക്കാണ്, ഒരാൾക്ക് ഗുളി കൊടുത്തിട്ട് നടക്കണ്ട, ഓളോട് പറഞ്ഞിക്കണല്ലോ നടക്കാന്. നന്നായി. അത് ചെറിയ പറഞ്ഞ് കുറച്ചും പാടെ കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ സുഖയിനിയാന്ന് മറന്നിക്കണ്. മൂപ്പത്തി ചോറൊക്കെ തിന്ന് പല്ലൊക്കെ നിറഞ്ഞ് കുത്തിരിക്കുക. അതൊന്നും സാരല്ല. കുപ്പായം ഓലിട്ട് തരും. പിന്നെ നമുക്ക് കൈയൊക്കെ കുറച്ചേരൊക്കെ കഴിഞ്ഞ് മാറ്റാം. അന്ന കുറച്ചേരം കഴിഞ്ഞിട്ട് ഇറക്കുള്ളൂ. അപ്പൊ ഏകദേശം ഓക്കൊരു വേദന വന്ന് പോയി, പിന്നെ വേദനയൊന്നും കാണാനല്ല അല്ലേ? കിളിയുണ്ടല്ലോ മോന്താന്തി എവിടക്കോ എന്തൊക്കോ അവിടെ ഒക്കെ എന്തറിയാ പോ. ഇതാണ് ഒരു ഭാഗത്തെ പ്രസവവേദന, ഒരു ഭാഗത്ത് വീണ വായന, അറിയില്ലേ? ആ ഓ ഇരിക്കണോക്ക എന്താ പറയാ, ഉള്ളത്തെ നടത്തം മാറ്റി അവിടുന്ന് പൊടിച്ച് കളിച്ചിന്നെ. ഇത് നല്ല സ്ഥലമാണ്. കാരണം പെറാത്തോലൊക്കെ കീഴറിഞ്ഞ പൊറുന്നാണ് എൻ്റെ ഒരു ഇത്. അറക്കം വലിയ സുഖല്ലേ? കയറ്റം വലിയ സുഖല്ലല്ലോ? അല്ല കേട്ട സുഖം ആണോ? എന്നാ കേറിക്കോ, ഒരു 20 വട്ടം കേറിക്കോ. അപ്പൊ ഓളെ നടത്തട്ടെ. ഞാനും നടക്കണ്ട്. ഞാനല്ലേ? അത് പിന്നല്ലേ ഇത് നന്നായി. അതെ പോയിക്കോ. എന്തേ ഇനി പോണോ? ഞങ്ങള് ഇവിടെ വരെ എത്തിട്ടോ. മേത് ഓപ്പറേഷൻ ചെയ്തതൊക്കെ കാണുമ്പോ പേടിയാവണില്ലേ? ഇനി നമ്മളൊന്നും പാടെ ഇവിടെ എത്തി, ഇവിടെ വരികയാണ്. ഇനി നമ്മളിങ്ങനെ റിട്ടേൺ അടിച്ചു. അടിച്ചിട്ടില്ല, റിട്ടേൺ അടുപ്പിച്ച് പറയാൻ വേണ്ടിട്ടല്ലേടി. ഇതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഓള് നടന്നിട്ടില്ല, ഞാൻ നടന്നിക്കണ്. ഓളതൊക്കെ എക്സ്പീരിയൻസ് ആക്ക. അജ്ജുമ്മ വേണ്ടിട്ടൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് അത്രയും കാലം കെട്ടിയേക്കണ്. അല്ലേ 2 വന്നിട്ട് കുടുങ്ങി. ഇതിപ്പോ ഗുളിക വെച്ചിട്ട് അനങ്ങണില്ല. അതാണ് പേനുണ്ടെങ്കിൽ ഒരു മറ്റേ ട്രിപ്പ് ആയിട്ടൊന്ന് പറഞ്ഞേന് നടക്കാങ്ങട്ട്. പക്ഷേ നമ്മൾ നല്ല തടി അനങ്ങി കാര്യമൊക്കെ ചെയ്തിക്കണേ. ഓളന്നെയാണ് പെരിയിൽ അവിടെ ആയാലും പണിയും കാര്യമൊക്കെ എടുക്കുക. അതാണ് അതിലൊന്നും കാര്യമില്ല, അറിയുമല്ലോ ചെലോല്. അപ്പൊ അങ്ങനെ ഒരു 2-3 റൗണ്ട് അങ്ങനെ നടക്കട്ടെ അല്ലേ? കമ്മലൂരിയില്ലേ? ഫോട്ടോ ഉണ്ട്, ഞാൻ കണ്ടാ പോലെ. ഇത് നഷ്ട കച്ചവടാട്ടോ. ആ അത് പോയാലോ? ഇതാകുമ്പോ ലേബർ റൂമൊക്കെ എത്തിച്ചാ സുഖാണ്. ആളെ കൂട്ടണ്ടച്ച് ഓക്ക് വേദന വരുമ്പോ ഞാൻ ഇട്ടിട്ട് പോ. അതാ പറഞ്ഞില്ല. ഇല്ല ഞാൻ എടുത്തേലും ഞാൻ കൊണ്ടുപോയിടും ആ കട്ടില്. അത് നമുക്ക് ഇനി നടത്ത കാര്യമൊക്കെ കഴിഞ്ഞ് വേദന വരുമോന്ന് നോക്കാം. നമുക്ക് വെരിയിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് കുട്ടി അങ്ങ് സഹകരിക്കണില്ല അല്ലേ? ഉറക്കക്കാരമാണെങ്കിലേ ചില നേരത്തെ അനക്കുണ്ടാവൂലല്ലോ, ഉറങ്ങക്കാരല്ലോ. ഉറങ്ങണ നേരക്കാരപ്പത് ഗുളികന്ന് മൂപ്പരാക്ക് അറിഞ്ഞാണൂല. അപ്പൊ ഇനി നമുക്ക് വേദന വരുമോ നോക്കാം. ഇനി ഞങ്ങൾ രണ്ടാമതെത്തി. ഇത് എത്തിക്കുന്നതല്ലട സത്യത്തിലെത്തി. ഇനി താഴത്തേക്ക് പോവാ. ഇത് എന്നെ കയറ്റേണ്ടി ഞാൻ കിടക്കണ്. അതിനക്കാരത് വെച്ചത് വീൽ ചെയർ കയറ്റാൻ വെച്ചാണെങ്കിലും ഗർഭിണിയാക്ക് സുഖമായി. മോന്തൊന്നും ശരിയില്ല കേട്ടോ. പോയിട്ട് ഓല എന്താ പറഞ്ഞേ? പേടിച്ചിട്ട് വീങ്ങിയേക്കാലോ.
ഉറുമ്പടിച്ചാണ് ചോറിനൊക്കെ. പിന്നെ ബേജാറായി വണ്ടി നിൽക്കല്ലേ ആണല്ലേ? മെല്ലെ വന്നാ ഞാൻ മതി. എല്ലാരും വിളിച്ചിട്ടുണ്ട്, കുഞ്ഞുമോള് വിളിച്ചിട്ടുണ്ട്, മറ്റവർ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആരൊക്കെയാണ് വിളിച്ചത്? ഇവിടുന്ന് വിളിച്ചൂല അവിടുന്നാണ് വിചാരിച്ചാണ് ബേ എടുക്കണത്. വണ്ടി ഓഫാക്കിട്ട് ബേ എടുക്കണേ. അവിടെ ഇരുന്നോളി എന്നാ. ഒന്നുമില്ല ചോറുന്നത്. ആ പോയി തിന്നോളി. എവിടെ ചെറിയപ്പൊക്കെ റൂമിലുണ്ടല്ലോ. ഞങ്ങൾ നടക്കട്ടെ വിചാരിച്ച് വന്നാണ്. ഇവിടെ നടത്തിച്ചോണേ. വേനുണ്ടോ? ഇല്ലേ ഇന്നുണ്ടാവൂലേ? നിക്കട്ടോ ഞാനിപ്പോ കാത്തുക്കണേ, ഞാനും കാത്തുന്നേ. ഇതെന്തരി ആള് മാറാക്കാണ്. താഴോട്ട് നടക്കുക. അവിടെ വരെ എന്നിട്ട് അവിടെ വരെ. അത് സാധാ നടത്തുന്നല്ല, നടക്കിങ്ങനെയാണ്. അല്ല ആളാകണ്ടേ. പോയി ചോറിന്നോളിന്നാ. ഇനി വേദന ഒന്നും നീച്ചടക്കൂല. വണ്ടി താഴോട്ട് പോട്ടെ. ഗ്ലാസ്സിലെ നോക്കാട്ടോ. അത് ലാസ്റ്റത്തേട്ടോ. പുടിച്ചു പോയി. ആ പുടിച്ചോ. അതിന് പുടിച്ച തന്നെയല്ലേ കേറിയത്. ക്യാമറ ഓഫാക്കി വരുവോള് പോക്കാണ് പോയിക്കണം. നിങ്ങൾ വിചാരിച്ച ആ ഉന്തി തള്ളി പറഞ്ഞേക്കല്ലോ. അതിന്റെ സ്പീഡും കാട്ടി കൊടുത്തവർക്ക് നല്ല സ്പീഡ് പോകുന്നുണ്ട്. ആ അതിനോക്കൊരു കുഴപ്പമില്ല. ഓളതിന് പേറാൻ പോവല്ലോ. അതാണോള് വയറ്റില് പറയുള്ളൂ.